നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച ഉച്ചയോടെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ തിരൂരിലും പരിസരങ്ങളിലുമായി വ്യാപക നാശനഷ്ടം. തിരുനാവായ സൗത്ത് പലാർ സ്വദേശി അഴകുറ്റിപ്പറമ്പിൽ കൃഷ്ണന്റെ ദേഹത്ത് തെങ്ങ് മറിഞ്ഞു വീണു മരിച്ചു. കേരള മാപ്പിള കലാ അക്കാദമി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരൂർ ചാപ്റ്റർ കുടുംബസംഗമവും ആദരവും തിരൂർ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ചു. ഗായകൻ ഫിറോസ് ബാബു മുഖ്യാതിഥിയായി. തിരൂർ താലൂക്ക് കുടുംബശ്രീ സംരംഭക കൂട്ടായ്മയും ഗാന്ധി ഗ്രാമവും സംയുക്തമായി നടത്തുന്ന തിരൂർ താലൂക്ക് വിപണന മേളയുടെ സ്വാഗത സംഘ രൂപീകരണം സംഘടിപ്പിച്ചു. വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേഡിയം നവീകരണത്തിനായി സർക്കാർ അനുവദിച്ച തുക വേണ്ടെന്ന് വെച്ച MLA-യുടെ നടപടി ധിക്കാരപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ്. ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ കിലുക്കം സിനിമയിലെ രേവതിയെ വെല്ലുന്ന പ്രകടനമാണ് കാഴ്ചവെക്കാറുള്ളതെന്നും എസ് ഗിരീഷ് പറഞ്ഞു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് വിലപ്പെട്ടതാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി പ്രകാരം 14 ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ കൈമാറുകയായിരുന്നു മന്ത്രി. സർക്കാർ പൊതുജന നന്മ ലക്ഷ്യം വെച്ച് ചെയ്യുന്ന പല നല്ല കാര്യങ്ങൾക്ക് സന്മനസ്സുള്ളവർ സർക്കാരിനെ സഹായിച്ചു വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരൂർ നഗരസഭയിലെ 26-ാം വാർഡിൽ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടം. മുത്തൂർ ചാണാട്ടുപറമ്പിൽ ഗംഗാധരൻ, സനീഷ്, സുശീൽ കുമാർ എന്നിവരുടെ വീടിന് മുകളിൽ കൂറ്റൻ മരങ്ങൾ വീണ് അപകടമുണ്ടായി. സുശീൽ കുമാറിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മേൽക്കൂരയും തകർന്നു. താനൂരിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിലും മഴയിലും വള്ളങ്ങൾക്ക് വൻ നാശനഷ്ടം. വള്ളങ്ങളുടെ മേൽക്കൂര കാറ്റിൽ തകർന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12ഓടെ ചാവക്കാട് എടക്കഴിയൂർ തീരത്ത് വെച്ചാണ് അപകടമുണ്ടായത്. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന 9 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. പറവണ്ണ GMUP സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കി. വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. ചടങ്ങിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം MLA N ഷംസുദ്ദീൻ നിർവഹിച്ചു. വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സോഡ നിർമ്മാണ മേഖലയിലെ സ്വതന്ത്ര സംഘടനയായ മാസ് കേരളയുടെ മലപ്പുറം ജില്ലാ യോഗം സംസ്ഥാന ട്രഷറർ KC റോയ് തൃശൂർ ഉദ്ഘാടനം ചെയ്തു. ഹംസ അൽ-അമീൻ അധ്യക്ഷത വഹിച്ചു. തൃക്കണ്ടിയൂർ പോലീസ് ലൈനിന് സമീപം വഞ്ഞേരി മലയോട് ചേർന്നുള്ള വൈശ്രവണ കുബേര ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ രാമായണ പാരായണം നടത്തി. നിരവധി വിശ്വാസികൾ പങ്കാളികളായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.